ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് USA എൻക്ലക്സ് ആർ എക്സാം പാസ്സായി ശേഷം ലൈസൻസ് കിട്ടാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അവസ്ഥയെക്കുറിച്ചാണ്. ആ ലൈസൻസ് കിട്ടാത്തവർ എന്ത് ചെയ്യണം, ഈ ലൈസൻസ് കിട്ടാത്തതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ്, ആ ലൈസൻസ് എങ്ങനെ എടുക്കണം എന്നതിനെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. എക്സ്പെഷ്യലി ഫ്ലോറിഡ പോലത്തെ സ്റ്റേറ്റുകളിലേക്ക് നമ്മൾ എക്സാം എഴുതുകയാണെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഇല്ലാതെ നമ്മൾക്ക് ലൈസൻസ് കിട്ടില്ല. സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ കിട്ടണമെങ്കിൽ നമ്മൾ വൺസ് USA എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ കിട്ടത്തുള്ളൂ. അപ്പം USA വേണ്ടി നമ്മൾ എൻക്ലക്സ് ആറിന് എക്സാം എഴുതി, എൻക്ലക്സ് എക്സാം പാസ്സായി, നമുക്ക് വിസ സ്ക്രീനിങ് CGFS കൂടെ ചെയ്ത് നമ്മൾ ജോലി അന്വേഷിക്കുകയാണ്. നമ്മൾ ജോലി അന്വേഷിച്ച് നമുക്ക് ഫ്ലോറിഡയിൽ തന്നെ കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മറ്റേതെങ്കിലും സ്റ്റേറ്റിലായിരിക്കാം ഒരു പക്ഷേ നമുക്ക് ജോലി കിട്ടുക. അപ്പം നമുക്ക് മറ്റൊരു സ്റ്റേറ്റിൽ ജോലി കിട്ടി, നമുക്ക് ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് ലൈസൻസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമുക്ക് അൾട്ടിമേറ്റ്ലി ഒരു സ്റ്റേറ്റിൽ ലൈസൻസ് ഉണ്ടെങ്കിലേ വേറെ സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. എക്സാം പാസ്സായി എന്നതുകൊണ്ട് നമുക്ക് ലൈസൻസ് ആകുന്നില്ല. അപ്പോൾ ലൈസൻസ് ആയെങ്കിൽ മാത്രമേ നമുക്ക് ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് എക്സ്പെഷ്യലി കൂടുതൽ പേർക്കും ഫ്ലോറിഡ ബോർഡ് ഓഫ് നഴ്സിംഗിലെ എക്സാം എഴുതിയവർക്കാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടുണ്ടാവുക. കാരണം അവർക്ക് ലൈസൻസ് ഇല്ല, എക്സാം റിസൾട്ട് മാത്രമേ ഉള്ളൂ. ഇത്തരം സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു ജോലി കിട്ടി നിങ്ങൾ USA എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഒത്തിരി നാൾ താമസം വരും. കാരണം